സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഒന്നിനു പുറകെ ഒന്നായി വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അദാനിയുടെ ഷെയറുകൾ ഒരു വിദേശ കമ്പനി വാങ്ങിച്ചത് രണ്ട് തരം വിസ്മയങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന്, മുഖ്യമന്ത്രി കണ്ണടച്ചിരുന്നപ്പോൾ ഒരു കൺകെട്ട് വിദ്യയിലൂടെ എന്നതുപോലെ ഒരു വിദേശ കമ്പനി 13,000 കോടി രൂപയുടെ ഷെയർ അദാനിയിൽ നിന്നും വാങ്ങി. രണ്ട്, നിലവിലുള്ള ഷെയറുകളുടെ കൈമാറ്റമാണ് നടന്നത് എങ്കിലും 13,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം കേരളത്തിൽ ഉണ്ടായതായി ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ വിദേശ നിക്ഷേപം ആകർഷിക്കുവാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞതിനേക്കാൾ 10 മടങ്ങ് വിദേശ നിക്ഷേപം ഒരു മാസം കൊണ്ട് പുതിയ മുഖ്യമന്ത്രി സാധ്യമാക്കി എന്ന് ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചിരിക്കുകയാണ്. ജനങ്ങളിലുണ്ടായ ഈ വിശ്വാസം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ വൃന്ദങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ അപകടത്തെ നേരിടുവാൻ വേണ്ടി ദേശാഭിമാനി ഒരു പ്രചരണ വാർത്ത സൃഷ്ടിക്കുകയുണ്ടായി. പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഫലമായി വിഴിഞ്ഞം തുറമുഖത്തിന് നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപം വന്നത് എന്ന പ്രചരണ വാർത്തയായിരുന്നു ഇത്. ഈ വാർത്ത സൃഷ്ടിച്ചതോടുകൂടി കേരളത്തിൽ ഒരു പുതിയ പ്രതിഭാസം ഉടലെടുത്തു. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതേവരെ നുണയെ ശരികൊണ്ട് തോൽപ്പിക്കുവാൻ ഉള്ള മത്സരമായിരുന്നു ഇടത് വലത് വിഭാഗങ്ങൾ തമ്മിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടു കൂട്ടരും കൂടെ യോജിച്ച് നുണയെ പെരുന്നുണ കൊണ്ട് തോൽപ്പിക്കുവാൻ പരസ്പരം പോരാടുന്ന ഒരു പുതിയ പ്രതിഭാസമാണ് ഇവിടെ സംജാതമായത്. LDF UDF അങ്ങനെ കൂട്ടായി ഒരു വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആദ്യമായി ഈ ഷെയർ കൈമാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളും ചാനൽ ചർച്ചകളിലെ വിദഗ്ധന്മാരും അറിവില്ലായ്മ കൊണ്ടാണോ ബോധപൂർവമാണോ ഈ വിഷയത്തെക്കുറിച്ച് 100% തെറ്റായ പഠിപ്പിക്കലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈമറി മാർക്കറ്റിൽ ഷെയർ വിൽക്കുമ്പോൾ പുതുതായി ആരംഭിക്കുന്ന കമ്പനിക്ക് ആണ് അതിൻ്റെ പണം ലഭിക്കുന്നത്. ഷെയർ വാങ്ങുന്നയാൾ നൽകുന്ന പണം പുതുതായി രൂപീകരിക്കുന്ന കമ്പനിക്കാണ് ലഭിക്കുന്നത്. കമ്പനി ആ പണം റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഭൂമി വാങ്ങിക്കുവാനും കെട്ടിടം പണിയുവാനും യന്ത്രസാമഗ്രികൾ വാങ്ങുവാനും ഒക്കെ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർമേഷൻ ഓഫ് ഫൈനാൻസ് ക്യാപിറ്റൽ ഇൻറ്റു റിയൽ ക്യാപിറ്റൽ, ഇതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റുമുണ്ട് ഷെയർ വിൽപ്പനയിലും വാങ്ങലിലും. അതെന്താണെന്ന് ചോദിച്ചാൽ, നിലവിലിരിക്കുന്ന കമ്പനികളിലെ ഷെയറുകൾ കൈവശമുള്ള ആളുകൾ ആ ഷെയറുകൾ ആവശ്യമുള്ള മറ്റു വ്യക്തികൾക്ക് വിൽക്കും. അപ്പോൾ അവിടെ ഷെയർ കൈവശമുള്ള വ്യക്തികൾ തമ്മിൽ തങ്ങളുടെ ഷെയറുകൾ കൈമാറുകയാണ്. അങ്ങനെ കൈമാറുമ്പോൾ ആ പണത്തിൻ്റെ 1 രൂപ പോലും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റായി ഉണ്ടാകുന്നില്ല. വിൽക്കുന്നയാൾ ഉദാഹരണത്തിന് വിദേശ കമ്പനി വാങ്ങിയ തുക മുഴുവൻ അദാനിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് നേരിട്ട് ചെല്ലുന്നത്. അതിൽ 1 രൂപ പോലും കമ്പനിക്ക് ലഭിക്കുന്നില്ല.
അതാണ് വളരെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ വസ്തുതകൾ ഇങ്ങനെയായിട്ടും മാധ്യമങ്ങളും ചാനൽ ചർച്ചകളിലെ വിദഗ്ധന്മാരുമൊക്കെ 100% തെറ്റായ പഠിപ്പിക്കലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദാനിക്ക് കിട്ടിയ 13,000 കോടി അദാനി ഇനിയും എവിടെയെങ്കിലും നിക്ഷേപിക്കും. അതെവിടെയാവാം, കേരളത്തിലാകാം, കേരളത്തിന് പുറത്താകാം, ഇന്ത്യക്ക് പുറത്താകാം, അത് കാണാനിരിക്കുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, പുതിയ നിക്ഷേപങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇതിനെ മാധ്യമങ്ങളും വിദഗ്ധന്മാരും ബോധപൂർവം തമസ്കരിച്ചുകൊണ്ട് അസത്യത്തെ പ്രതിഷ്ഠിച്ച് എല്ലാ വിഷയങ്ങളിലും മനുഷ്യനെ അസത്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ ആണ് നിർഭാഗ്യവശാൽ ദേശാഭിമാനിയും അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിൽ ചാടിയിരിക്കുന്നത്. അവിടുത്തെ വിദഗ്ധന്മാർ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിപൂർവമല്ലാത്ത തീരുമാനപ്രകാരമായിരിക്കാം ഇങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാനായകനെ പോലെ നായകൻ ആനയ്ക്കുണ്ടായ ഗർഭം തൻ്റേതാണെന്ന് അവകാശപ്പെട്ടതുപോലെയുള്ള ഒരവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കും. ഇവിടെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയം, നുണ പറയുന്നതിൽ ഏറ്റവും വിജയകരമായി നുണ പറഞ്ഞ് സമർത്ഥിക്കുന്നവർ മാത്രം വിജയം നേടുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ട്രംപിൻ്റെ ഉദാഹരണവും വി ഡി സതീശൻ്റെ ഉദാഹരണവുമൊക്കെ ഉണ്ട്. അത് വളരെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. നുണ പറഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് വിജയിക്കുവാൻ കഴിയുള്ളൂ. ഏറ്റവും സമർത്ഥമായിട്ട് നുണ പറഞ്ഞ് ഫലവത്താക്കിയാൽ മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ധാരണ ശക്തമായ ഒരു സമൂഹം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതേവരെ ഒരു ഭാഗം നുണ പറയുമ്പോൾ എതിർഭാഗം അത് നുണയാണെന്നും ശരി ഇതാണെന്നും ആയിരുന്നു ഇതുവരെ നടന്ന പ്രവണത. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിരിക്കുന്നത് UDFും അവരുടെ അതിനെ പിന്തുണയ്ക്കുന്നവരും ഒരു നുണ പറഞ്ഞപ്പോൾ അതേ നുണ തന്നെ പറഞ്ഞ് അതിനെ നേരിടുവാനുള്ള ഒരു ശ്രമമാണ് അറിഞ്ഞോ അറിയാതെയോ ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും. നുണയെ പെരുന്നുണ പറഞ്ഞുകൊണ്ട് കീഴ്പ്പെടുത്തുവാൻ അല്ല ശ്രമിക്കേണ്ടത്. നുണയെ സത്യം പറഞ്ഞുകൊണ്ട് ശരി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമം അസ്തമിച്ചാൽ മനുഷ്യൻ്റെ ജീവിതം, സമൂഹം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കായിരിക്കും പതിക്കുന്നത് എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.